ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചൂടത്ത് ഒന്ന് റീഫ്രഷ് ആവാൻ പറ്റിയിട്ടുള്ളൊരു കിഡിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു വെറൈറ്റി ഡ്രിങ്കാണ് കേട്ടോ. ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ അടിപൊളി വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആപ്പിൾ കൊണ്ട് കുറച്ച് വെറൈറ്റി ഡ്രിങ്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്കൊരു സീക്രട്ട് ചേരുവ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കറുവപ്പട്ട ഇട്ടെടുക്കുന്നുണ്ട്. കറുവപ്പട്ടയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താലും മതി. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ചേരുവ ചേർക്കുന്നത്. ആപ്പി ഫിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആപ്പിൾ കൊണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ പാലോ അല്ലെങ്കിൽ വെള്ളമോ സോഡയൊക്കെ ചേർക്കുന്നതിന് പകരം ആപ്പി ഫിസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനൊരു ചെറിയ ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ചാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആപ്പിൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആപ്പി ഫിസും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 ആപ്പിളൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ ബോട്ടിൽ കറക്റ്റ് ആവും കേട്ടോ. ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആപ്പി ഫിസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ആപ്പി ഫിസിന് തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 4 ഐസ് ക്യൂബ് വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആപ്പിൾ ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തപ്പോൾ ഇതിൽ നിറച്ച് പത കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ പതയൊന്ന് എടുത്തിട്ട് ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പുതിനയില വെച്ചും ഗാർണിഷ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡ്രിങ്കിന് മെയിൻ ആയിട്ടുള്ള ഫ്ലേവർ കറുവപ്പട്ടയും ആപ്പിളുമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിനയിലൊന്നും വെച്ച് കൊടുക്കാത്തത്. വേണമെന്നുണ്ടെങ്കിൽ ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ കിഡിലൻ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫുൾ വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.